യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയോടെ ഉക്രൈന് വിജയിക്കാനാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബീഹാറിലെ നളന്ദ എഞ്ചിനീയറിംഗ് കോളേജിൽ ബുധനാഴ്ച വനിതാ വിദ്യാർത്ഥിനി വീണു മരിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷം അക്രമാസക്തമായി. കാസിരംഗ ദേശീയോദ്യാനവും കടുവാ സംരക്ഷണ കേന്ദ്രവും 2025 സെപ്റ്റംബർ 26 മുതൽ വീണ്ടും തുറക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് 100% ശരിയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാമൂഹിക നീതി വകുപ്പ് ഭാവി നയരൂപീകരണ ശില്പശാലയും സുവർണ ജൂബിലി ആഘോഷവും ഒക്ടോബർ 3-ന് തൃശൂരിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും.